നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റത്തിൽ ഡെസിമൽ നമ്പർ, ബൈനറി നമ്പർ, ഹെക്സാഡെസിമൽ, ഓക്ടൽ നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൺവേർഷൻസ് ആണ്, അതായത് ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ടു ബൈനറി, ഒക്ടൽ ടു ബൈനറി, സിമിലറി. സോ ഫസ്റ്റ് ഡെസിമൽ ടു ബൈനറി. തന്നിരിക്കുന്ന ഡെസിമൽ നമ്പേഴ്സിനെ ബൈനറിയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്നാണ്. നമുക്ക് തന്നിരിക്കുന്ന ഡെസിമലിൽ നിന്ന് ബൈനറിയിലോട്ടാണെങ്കിൽ, ബൈനറി എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് നമ്പറാണ്, അല്ലെങ്കിൽ 2 സിമ്പിൾസ്, സീറോസ് അല്ലെങ്കിൽ വൺസ് വരുന്ന നമ്പേഴ്സാണ് ബൈനറി എന്ന് പറഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നിരിക്കുന്ന ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമ്മൾ LCM ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെ ചെയ്യുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ഡിവിസിബിൾ ആണെങ്കിൽ 0 റിമൈൻഡറും, നോട്ട് ഡിവിസിബിൾ ആണെങ്കിൽ 1 റിമൈൻഡറും വരുന്ന രീതിയിലാണ് ആൻസർ വരുന്നത്. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 25 ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്കറിയാം 25 ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 12 ക്വസ്റ്റ്യനിൽ വരും, റിമൈൻഡർ 1, അത് 1 ഇവിടെ എഴുതാം. നെക്സ്റ്റ് 12 ഡിവൈഡ് ബൈ 2 6 ആണ് ആൻസർ വരുന്നത്, റിമൈൻഡർ 0. 6 ഡിവൈഡ് ബൈ 2 3 ആൻസർ വരും, 0 ഹിയർ. 3 ഡിവൈഡ് ബൈ 2 1 ആൻസർ, റിമൈൻഡർ 1. നമ്മൾ ആൻസർ എഴുതപ്പോൾ ഇവിടെ നിന്ന് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റിൽ നിന്ന് ലീസ്റ്റിലോട്ട്, അതായത് 11001 ആണ് ബൈനറി ഇക്വാലന്റ് ഓഫ് 25, ഡെസിമൽ 25. ഫൈൻഡ് ദ ഡെസിമൽ ഇക്വാലന്റ് ഓഫ് ബൈനറി നമ്പർ. ഇനി തിരിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ, ബൈനറി തന്നിട്ട് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ പൊസിഷൻ വെയിറ്റേജ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. നമ്മളറിയാം ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് റൈറ്റിൽ 2/0, 0 ആണെങ്കിൽ 2/1, 0 to 2 സ്ക്വയർ, 1 ആണെങ്കിൽ 2 ക്യൂബ്, 1ൻ്റെ പ്ലേസ് വരെ 2/4. ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. അവിടെ കിട്ടുന്ന ആൻസർ നമുക്ക് ബൈനറിയിൽ നിന്ന് ഡെസിമലിലോട്ടാണ് കിട്ടുന്നത്. 1 into 2/4, 1 into 2 ക്യൂബ്, 0 into 2 സ്ക്വയർ, 0 into 2/1 പ്ലസ് 1 into 2/0. ഇവിടെ കിട്ടുന്ന വാല്യൂ നമുക്ക്, ഞാൻ ഇപ്പോൾ ചെയ്ത നമ്പർ തന്നെയാണ് കിട്ടിയത്, 25ൻ്റെ തന്നെയാണ് ചെയ്തേക്കുന്നത്. നമുക്ക് ഫൈൻഡ് ദ ബൈനറി ഇക്വാലന്റ് ഓഫ് ഡെസിമൽ 80 തിരിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ ബൈനറി ഇക്വാലന്റ് ഓഫ് 80, ഡെസിമൽ 80. അതിൽ തന്നേക്കുന്ന ഡെസിമൽ വാല്യൂ 80യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 80 ഡിവൈഡ് ബൈ 2 ഈസ് 40. റിമൈൻഡർ ഇവിടെ 0, നമ്മളിവിടെ 0 ആഡ് ചെയ്യുക. നെക്സ്റ്റ് 40 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 20 ആൻസർ വരും, റിമൈൻഡർ 0 ഹിയർ. ദെൻ 20 ഡിവൈഡ് ബൈ 2 ഈസ് 10, 0 ഹിയർ, റിമൈൻഡർ 0. 10 ഡിവൈഡ് ബൈ 2 ഈസ് 5, റിമൈൻഡർ 0. Then 5 divided by 2 is 4. 2 ആണ് ആൻസർ വരുന്നത്. 2 into 2 4 plus 1 ആണ് 5. അപ്പോൾ ഇവിടെ 1 റിമൈൻഡർ. Then 2 divided by 2 is 1, റിമൈൻഡർ 0. ഇതിൻ്റെ 80യുടെ ബൈനറി ഇക്വാലന്റ് എഴുതപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. 1 0 1 0 0 0, 4 zeros. ഇതാണ് ബൈനറി ഇക്വാലന്റ് ഓഫ് ഡെസിമൽ 80. ഇവിടെ 2 എന്ന് കൊടുക്കാം, 80. ഇനി നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം, ഇത് 80 കിട്ടുന്നുണ്ടോ എന്ന് അറിയാനായിട്ട്. ബൈനറിയിൽ നിന്ന് ഡെസിമലിലോട്ടുള്ള കൺവേർഷൻ ചെയ്യാൻ എന്ത് ചെയ്യണം? 1 0 1 0 0 0 0. ഇതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ. ഇവിടെ 2/0, 2/1, 2/2, 2/3, 2/4, 2/5, 2/6. ഇതിൻ്റെയൊക്കെ വാല്യൂ പറയുന്നത് 2/6 എന്ന് പറയുന്നത് 2/5 വരെ 32, 2/6 എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ 1 into 2/6 പ്ലസ് 0 into 2/5 പ്ലസ് 1 into 2/4 പ്ലസ് ബാക്കിയെല്ലാം സീറോസ് ആണ് വരുന്നത്. 2/3 പ്ലസ് 0 into 2/2 പ്ലസ് 0 into 2/1 പ്ലസ് 0 into 2/0. So 1 into 2/6 is 64 plus 0 plus 2/4 എന്ന് പറയുന്നത് 16 ആണ്, പ്ലസ് ബാക്കി റിമൈനിങ് എല്ലാ സീറോസ് ആണ് വരുന്നത്. 0 plus 0 plus 0 plus 0. And 64 plus 16 is 80. ഇതിൻ്റെ ബൈനറി ഇക്വാലന്റ്, ഡെസിമൽ ഇക്വാലന്റ് എന്ന് പറഞ്ഞാൽ 80 ആണ്. ഇങ്ങനെയാണ് അതിൻ്റെ കൺവേർഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് find the binary convert decimal fraction to binary.
തന്നേക്കുന്നത് നമ്മളിപ്പോൾ ഡെസിമൽ ഉള്ള ഒരു വാല്യൂ ആണ്. ഡെസിമൽ നിന്ന് ബൈനറിയിലോട്ട് ഇങ്ങനെ കൺവേർട്ട് ചെയ്യാനാണ്. തന്നേക്കുന്ന 0.625 എന്ന് പറഞ്ഞാൽ ഒരു ഡെസിമൽ വാല്യൂ ആണ്. ഈ ഡെസിമൽ വാല്യൂവിനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതായത് വൺസ് സീറോസിൻ്റെ ഫോമിൽ മാറ്റണമെങ്കിൽ നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസിലൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ തന്നേക്കുന്ന നമ്പർ ഇപ്പോൾ കറക്റ്റ് ഡെസിമലൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഡെസിമൽ വാല്യൂസ് ആണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താണ്, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യം 0.625നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 1.250 എന്ന് കിട്ടും. ഈ ഡെസിമലിന് മുന്നേ വരുന്നതാണ്, അതായത് വൺസ് സീറോസിലായിരിക്കും വരുന്നത്. ഈ 1നെ നമ്മൾ ആദ്യം ഇവിടെ പ്ലേസ് ചെയ്യുക. നെക്സ്റ്റ് 0.250നെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇൻറ്റു 2 ചെയ്യുക. അപ്പോൾ 0.500. ഇവിടെയും ഡെസിമലിന് മുന്നേ ഉള്ള സീറോസ് ഇവിടെ ആഡ് ചെയ്യുക. ഇതാണ് നമ്മൾ ബൈനറി ഇക്വാലൻ്റ് ആയിട്ട് എഴുതുന്നത്. 500. എഗെയിൻ 500നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1.00. ഈ 1നെ വീണ്ടും ഇങ്ങോട്ട് പ്ലേസ് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻസിലേക്ക് താഴെ നിന്ന് മുകളിലോട്ടാണ് എഴുതിയിരുന്നത്. ഇവിടെ ഡെസിമൽ വരപ്പോഴത്തേക്കും മുകളിൽ നിന്ന് താഴോട്ടാണ് എടുക്കേണ്ടത്. 101. 0.625ൻ്റെ ബൈനറി ഇക്വാലൻ്റ് എന്ന് പറഞ്ഞാൽ 101 to the base 2. സിമിലർ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കൺവേർട്ട് 15.25 ടു ബൈനറി. അതായത് നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യനിൽ 15 ബേസ് ഡെസിമൽ ഉള്ള നമ്പറാണ് തന്നേക്കുന്നത്. ഈ ഡെസിമൽ തന്നേക്കുന്നതിനെ എങ്ങനെ നമുക്ക് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ചെക്ക് ചെയ്യേണ്ടത്. കൺവേർട്ട് 15.25 ടു ഇറ്റ്സ് ദ ബൈനറി ഫോം. ആദ്യം നമ്മൾ ഡെസിമലിന് മുന്നേയുള്ള 15 എടുക്കാം. 15നെ നോർമൽ ചെയ്യുന്ന പോലെ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 15 ഡിവൈഡ് ബൈ 2 എന്ന് പറയുന്നത് 7, റിമൈൻഡർ 1 ഹിയർ. നെക്സ്റ്റ് 7 ഡിവൈഡ് ബൈ 2 ഈസ് 3, റിമൈൻഡർ 1 ഹിയർ. ദെൻ 3 ഡിവൈഡ് ബൈ 2 ഈസ് 1, റിമൈൻഡർ 1. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടുന്ന് 15ൻ്റെ ബൈനറി ഫോം എന്ന് പറയുന്നത് 1111 ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 0.25 ഉണ്ട് ഇവിടെ. 0.25ൻ്റെ ബൈനറി ഫോം കണ്ടുപിടിക്കാനായിട്ട് 0.25നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. കിട്ടുന്നത് 0.50. ഇതിൽ ഈ 0 നമ്മളിവിടെ ബൈനറിക്ക് വേണ്ടി പ്ലേസ് ചെയ്യുന്നു. നെക്സ്റ്റ് വീണ്ടും 50 ഇൻറ്റു 2. ഇവിടെ കിട്ടുന്നത് 1.00. ഇവിടെ 1 നമ്മൾ പ്ലേസ് ചെയ്യും. ഇത്ര ചെയ്താൽ മതി. കാര്യം 1 കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും സീറോസ് ആണ്. 0 × 2 0 തന്നെയാണ്. അപ്പോൾ 0.25ൻ്റെ ബൈനറി 10 എന്നല്ല 01 എന്നാണ് എഴുതേണ്ടത്. 0.01 ഇതാണ് അതിൻ്റെ ബൈനറി എന്ന് പറയുന്നത്. അപ്പോൾ 15.25ൻ്റെ ബൈനറി ഇക്വാലൻ്റ് എന്ന് പറയുന്നത് 15ൻ്റെത് 1111 പോയിന്റ് ബാക്കി പ്ലേസ് ചെയ്തത് 01. ഇതാണ് 15.25ൻ്റെ ബൈനറി ഇക്വാലൻ്റ്. ഇത് നമുക്ക് തിരിച്ച് ചെയ്ത് നോക്കാം. 15.25 ബൈനറി ടു ഡെസിമലിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാമെന്ന് ചെയ്ത് നോക്കാം. ഇവിടെ കിട്ടിയിരിക്കുന്ന ആൻസർ 1111.01 ആണ്. ഇത് നമ്മൾ ഈ ഇപ്പോൾ കിട്ടിയ ആൻസറിന് തിരിച്ച് 15.25 കിട്ടുമെന്ന് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെ എഴുതപ്പോൾ നമ്മൾ ആദ്യം 1 1 1 1 0 1 ഇതിൻ്റെ പൊസിഷൻ വാല്യൂ ഇവിടെ 1 ഡെസിമലിന് മുന്നേ ഉള്ളത് 2 ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 2 2 1 2 2 2 3. Here 2 minus 1 2 minus 2. ജസ്റ്റ് ഈ പൊസിഷൻ വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 2 ക്യൂബ് പ്ലസ് 1 × 2 സ്ക്വയർ പ്ലസ് 1 × 2 പ്ലസ് 1 × 2 0 പ്ലസ് 0 × 2 minus 1 പ്ലസ് 1 × 2 minus 2. 1 × 2 cube, 2 cube is 8, so answer would be 8 plus 1 × 2 square, 2 square is 4, 1 × 4 4 plus 1 × 2 2 plus 1 × 2 raised 0 is 1 plus 0 into number is 0 plus 2 raised to minus 2 is 0.25. 8 plus 4 12, 12 plus 2 14, 14 plus 1 15, 15.025. ഇങ്ങനെയാണ് എൻ്റെ കൺവേർഷൻസ് ചെക്ക് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ ഈസ് ഡെസിമൽ ടു ഒക്ടൽ. നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതെല്ലാം ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ, ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി,
ബൈനറി ടു ഡെസിമൽ ഫ്രാക്ഷൻസ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി ഇവിടെ ചെയ്യുന്ന ഒക്ടലിലോട്ടാണ് പോകുന്നത്. ഒക്ടൽ എന്ന് പറഞ്ഞാൽ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ തന്നിരിക്കുന്ന ഡെസിമലിൽ നിന്ന് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ തന്നിരിക്കുന്ന ഡെസിമൽ വാല്യൂവിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമുക്ക് കിട്ടുന്ന റിമൈൻഡേഴ്സ്, നമ്മൾ ബൈനറിയിൽ 0സും 1സും മാത്രമേ റിമൈൻഡർ വരാൻ പാടുള്ളൂ. പക്ഷേ ഇവിടുത്തെ റിമൈൻഡർ എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5, 6, 7 ഈ ഡിജിറ്റ്സാണ് നമ്മൾ ഈ ഒക്ടൽസിലെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന വാല്യൂസ് 0 to 7 വരെയുള്ള ഡിജിറ്റ്സ് റിമൈൻഡർ വരാൻ പാടുള്ളൂ. അപ്പോൾ തന്നിരിക്കുന്ന നമ്പറിനെ ഡെസിമൽ തന്നിരിക്കുന്ന നമ്പറിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇവിടെ എക്സാമ്പിൾ 400 ആണ് തന്നിരിക്കുന്നത്. 400 ഡെസിമലിനെ എനിക്ക് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. 400നെ ഞാൻ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 400 ഡിവൈഡ് ബൈ 8 15 കിട്ടും. അതിൻ്റെ റിമൈൻഡർ 0 ഹിയർ. സിമിലർ ബൈനറി ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. റിമൈൻഡേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട 0 to 7 വരെയുള്ള ഡിജിറ്റ്സ് ഇവിടെ വരാൻ പാടുള്ളൂ. നെക്സ്റ്റ് 15 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 6, അതിൻ്റെ റിമൈൻഡർ 2 കിട്ടും. ഇനി ഇവിടെ 8നേക്കാളും ചെറിയ വാല്യൂസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ മേളിലോട്ട് എഴുതിയാൽ മതി. 620 ആണ് 400ൻ്റെ ഒക്ടൽ കൺവേർഷൻ എന്ന് പറയുന്നത്. 400 ഡെസിമൽ ടു ഒക്ടൽ ആകുമ്പോൾ 628. ഇനി തിരിച്ച് ഇതിൻ്റെ റിവേഴ്സ് ഫോമാണ്. ഒക്ടലിൽ നിന്ന് ഡെസിമലിലോട്ടാണെങ്കിൽ നമ്മൾ ആ പൊസിഷൻ വെയിറ്റേജ് കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ബൈനറി ആയാലും ഹെക്സാ ഡെസിമൽ ആയാലും ഒക്ടലിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ ബൈനറിയിൽ നിന്ന് ഹെക്സാ ഡെസിമലിലോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, പൊസിഷൻ വെയിറ്റേജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടുത്തെ പൊസിഷൻ വെയിറ്റേജ് 8ൻ്റെ പവേഴ്സിലായിരിക്കും വരുന്നത്. 620 നിന്ന് എനിക്ക് ആൻസർ 400 ഡെസിമൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തത് 620 എഴുതിയിട്ട് അതിൻ്റെ പൊസിഷണൽ വെയിറ്റേജ് 0യുടെ പൊസിഷണൽ വെയിറ്റേജ് 8/0, 2ൻ്റെത് 8/1, 6ൻ്റെത് 8 സ്ക്വയർ. 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64, 8/1 8, 8/0 is 1. 6 into 64 plus 2 into 8 plus 0 into 8/0. 6 into 64 is 384 plus 16 plus 0. ആൻസർ കിട്ടുന്നത് 400. ഇങ്ങനെയാണ് ഒക്ടൽ ടു ഡെസിമൽ കൺവേർഷൻ ചെയ്യുന്നത്. കൺവേർട്ട് ഒക്ടൽ ഇക്വാലന്റ് ഓഫ് ഡെസിമൽ 125. നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 125 ഡെസിമൽ തന്നിട്ടുണ്ട്. 125 ഡെസിമൽ ടു ഒക്ടലാണ് ചെക്ക് ചെയ്യേണ്ടത്. ഒക്ടലിലോട്ട് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, 125നെ നമ്മൾ 8 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 125 ഡിവൈഡ് ബൈ 8 എത്രയും ചെക്ക് ചെയ്യണം. 8ൽ 1 ടൈം, 12 നോക്കിയേ 1 ടൈം, റിമൈൻഡർ 45. 45ൽ 40 വരുന്നുണ്ട് 5 ടൈം, റിമൈൻഡർ 5 ഹിയർ. നെക്സ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് 8 ഡിവൈഡ് ബൈ 15 ഡിവൈഡ് ബൈ 8, 1 ടൈം 7. സോ ആൻസർ ഈസ് 175. 125 ബൈനറി ഡെസിമലിൻ്റെ ഒക്ടൽ വാല്യൂ എന്ന് പറയുന്നത് 175 ഒക്ടലാണ്. ഇനി തിരിച്ച് ചെയ്ത് നോക്കിയാലും സിമിലർ തന്നെയാണ്. 175നെ നമുക്ക് ഡെസിമലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, 175 ഇവിടെ 8/0, 8 സ്ക്വയർ, 8/1, 8 സ്ക്വയർ. സോ 8 സ്ക്വയർ is 64, 64 into 1 plus 7 into 8 plus 5 into 8/0. 64 plus 56 plus 5 into 1. 64 plus 56 10, 120 plus 5 is 125. Next topic is decimal to hexadecimal. Decimal to hexadecimal ചെയ്യാനായിട്ട് നമ്മൾ 16ൻ്റെ മൾട്ടിപ്പിൾ അറിഞ്ഞിരിക്കണം. 16ൻ്റെ മൾട്ടിപ്പിൾ പെട്ടെന്ന് പഠിക്കാനായിട്ട് 8ൻ്റെ മൾട്ടിപ്പിൾ അറിയാമെന്നുണ്ടെങ്കിൽ 8ൻ്റെ മൾട്ടിപ്പിൾസിന് ഡബിളാണ് വരുന്നത്. അപ്പോൾ 16 into 1 16, അതായത് 8 ഡബിൾ 16, 16 ഡബിൾ 32, 24 ഡബിൾ 48 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 18 into 16 into 8 അറിയണമെന്നുണ്ടെങ്കിൽ 8 into 8 64, 64 ഡബിൾ 128 അങ്ങനെ ചെക്ക് ചെയ്താലും മതി. ടേബിൾ നമുക്ക് 16 ഒന്നും പഠിച്ചു വെച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ 8ൻ്റെ ടേബിൾ ഓർമ്മ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ജസ്റ്റ് 8ൻ്റെ ടേബിൾ ഏതാണോ 8ൻ്റെ ടേബിൾ 8 into 8 and 64 ഉണ്ടെങ്കിൽ അതിൻ്റെ ഡബിളാണ് 16 into 8 128 എന്ന് പറയും. ഇനി നമുക്ക് ഡെസിമലിൽ നിന്ന് ഹെക്സാ ഡെസിമലോട്ട് ചെക്ക് ചെയ്യാനായിട്ട് തന്നേക്കുന്ന ഡെസിമൽ വാല്യൂവിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കിട്ടുന്ന റിമൈൻഡേഴ്സ് എപ്പോഴും ശ്രദ്ധിക്കുക. 0 തൊട്ട് 9 പിന്നെ A to F അങ്ങനെ ഡിജിറ്റ്സ് ആണ് വരുന്നത്. A to Fന് അവിടെ 10 വന്നു കഴിഞ്ഞാൽ A എന്ന് റീപ്ലേസ് ചെയ്യുക, 11 വന്നു കഴിഞ്ഞാൽ റിമൈൻഡർ B എന്ന് റീപ്ലേസ് ചെയ്യുക, 12 വന്ന C,
13 വന്ന D, 14 വന്ന E, 15 വന്ന F എന്ന് റീപ്ലേസ് ചെയ്യാം. ഇവിടെ ഫൈൻഡ് ഹെക്സാഡെസിമൽ ഓഫ് 155 ഡെസിമൽ തന്നേക്കുന്ന 155 ആണ്. 155 ഡെസിമലിനെ നമ്മൾ എന്ത് ചെയ്യണം? 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 155ന് നിയറർ ആയിട്ട് വരുന്ന വാല്യൂ 16 × 9 144 ആണ്. അപ്പോൾ ഇവിടെ 9, 16 × 9 144, റിമൈൻഡർ 11. ഇവിടെ റിമൈൻഡർ 11 പ്ലേസ് ചെയ്യുക. 9 കഴിഞ്ഞ് വരുന്ന വാല്യൂസിനെല്ലാം ആൽഫബറ്റ് കൊണ്ട് റീപ്ലേസ് ചെയ്യുക. ഇവിടെ 11 ആയതുകൊണ്ട് B കൊണ്ട് റീപ്ലേസ് ചെയ്തു. ആൻസർ എന്ന് പറയുന്നത് 9B ആണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഹെക്സാഡെസിമൽ ഓഫ് 380 10നെ ഡെസിമലിൽ നിന്ന് ഹെക്സാഡെസിമൽ ആയിട്ടുള്ള വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ 360യെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 360 ഡിവൈഡ് ബൈ 16 ചെയ്യുമ്പോൾ എനിക്ക് ഇവിടെ ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നിങ്ങൾ മൾട്ടിപ്പിൾസ് അറിയണമെന്നുണ്ടെങ്കിൽ 16 × 2 32 ആണ്. അപ്പോൾ 16 × 20 എന്തായാലും 320 ആണ്. അപ്പോൾ 20ക്ക് മുകളിലോട്ടുള്ള വാല്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 380 അടുത്ത് കിട്ടുള്ളൂ. സോ അങ്ങനെയാണ് ജസ്റ്റ് അടുത്തുള്ള വാല്യൂസ് മൾട്ടിപ്ലിക്കേഷൻ കണ്ടുപിടിക്കേണ്ടത്. 16 × 23 ചെയ്യുമ്പോൾ 18 4 12 368 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 16 × 23 ചെയ്യുമ്പോഴാണ് 368 പ്ലസ് 12 ചെയ്യുമ്പോഴാണ് 388. അപ്പോൾ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഇവിടെ 12 ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 23 ഡിവൈഡ് ബൈ 16 ചെയ്യുക. അതെന്തായാലും ചെറിയ വാല്യൂവാണ്. 16 1 ടൈമേ വരുള്ളൂ. റിമൈൻഡർ 7. ഹെക്സാഡെസിമൽ വാല്യൂസ് 9നേക്കാളും ഗ്രേറ്റർ വരുമ്പോൾ ഇതിൻ്റെ ആൽഫബറ്റിക് വാല്യൂ കൺവേർഷൻ ചെയ്തിട്ട് 12 എന്ന് പറയുന്നത് CAയുടെ വാല്യൂ ആണ് ഡെസിമൽ. സോ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് മുകളിലോട്ടാണല്ലോ എഴുതേണ്ടത്. 17 C is the decimal hexadecimal conversion of 380. തിരിച്ചാണെങ്കിൽ ഇതിൻ്റെ കൺവേർഷൻ തിരിച്ച് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 17C. സിയുടെ വാല്യൂ ഇവിടുത്തെ പ്ലേസ് വാല്യൂ 60/0, 60/1, 60/2 ആണ്. അപ്പോൾ ഇവിടെ 16/2 എന്ന് പറയുന്നത് 1 × 16/2 1 × 16² പ്ലസ് 7 × 16/1 പ്ലസ് C എന്ന് പറഞ്ഞാൽ 12 × 16/0. 16² എന്ന് പറഞ്ഞാൽ 256 ആണ്. 256 പ്ലസ് 7 × 16 പ്ലസ് 12 × 1. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 380 എന്ന് കിട്ടും. സിമിലർലി ഹെക്സാഡെസിമലിൻ്റെ ഡെസിമൽ ഞാൻ പറഞ്ഞു ജസ്റ്റ് കൺവേർഷൻ ചെയ്താൽ മതി. 9B16 നിന്ന് ഡെസിമലോട്ട് കൺവേർഷൻ ചെയ്യാൻ അതിൻ്റെ പ്ലേസ് വാല്യൂസ് കറക്റ്റ് നമ്മൾ കൊടുത്താൽ മതി. 9ൻ്റെ പ്ലേസ് വാല്യൂ 16/1 ആണ്. ബിയുടെ പ്ലേസ് വാല്യൂ 60/0. ജസ്റ്റ് പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 9 × 16/1 പ്ലസ് B × 16/0. B എന്ന് പറയുന്നത് അതിൻ്റെ ഡെസിമൽ കൺവേർഷൻ 11 ആണ്. സോ 9 × 16 is 144 പ്ലസ് 11 × 1. ആൻസർ വരുന്നത് 144 പ്ലസ് 11 155 എന്ന് കിട്ടും. നെക്സ്റ്റ് കൺവേർഷൻ ഈസ് ഫ്രം ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ. ഒക്ടൽ ടു ബൈനറി എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മുന്നേ ചെയ്തത് ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ, അല്ലെങ്കിൽ ഒക്ടൽ ടു ഡെസിമൽ, ഒക്ടൽ ടു ബൈനറി ടു ഡെസിമൽ, ഹെക്സാഡെസിമൽ ടു ബൈനറി, എല്ലാം ഡെസിമൽ ബൈനറി അങ്ങനെയുള്ള കൺവേർഷൻ ആയിരുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന ഒക്ടൽ ടു ബൈനറിയിലോട്ട് പോവുകയാണ്. ഒക്ടൽ ടു ബൈനറി വരുമ്പോൾ വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ ബൈനറി എന്ന് പറയുമ്പോൾ ഒക്ടൽ നമുക്ക് 2 ഒക്ടൽ എന്ന് പറഞ്ഞാൽ 8 ആണല്ലോ. 8 എന്ന് പറഞ്ഞാൽ 2/3. അതായത് നമ്മൾ ചെയ്യേണ്ടത് ബൈനറി ബിറ്റ്സിനെ 3 ഗ്രൂപ്പ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഒക്ടൽ നമുക്ക് ഏതൊക്കെ ഒക്ടൽ വാല്യൂസ് 0 to 7 വരെ ഉള്ളതാണ് ഒക്ടൽ വാല്യൂസ്. ഇതിൻ്റെ ബൈനറി വാല്യൂസ് എഴുതാൻ വേണ്ടിയിട്ട് സീറോസിൻ്റെ ഫോമിൽ എഴുതണം. 0 0 0 ആണ് സീറോയുടെ ഒക്ടൽ കൺവേർഷൻ. 1 വരപ്പോൾ 0 0 1 ആദ്യം 1 വരും. 2 വരപ്പോൾ 0 ഈ 1 ഇപ്പുറത്തോട്ട് പ്ലേസ് 1 0. നെക്സ്റ്റ് 0 1 1 എന്ന് വരും. നമ്മൾ കോയിൻസിൽ ഹെഡ് ടൈല് അത് പറയുന്ന പോലെയാണ്. ഹെഡ് ടെയില് ഹെഡ് ടെയില് ഇങ്ങനെ പറയുന്ന പോലെയാണ്. അപ്പോൾ 0 0 0 1 1 0 1 1. നെക്സ്റ്റ് വരുമ്പോൾ ഈ 1 ഇപ്പുറത്തോട്ട് വരും. ഇവിടെ എല്ലാം 1 വരും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സിമിലർ ആണ്. 1 0 0 1 0 1 1 1 0 1 1 1. ഇങ്ങനെയാണ് ഒക്ടൽ ടു ബൈനറി എഴുതുന്നത്.
ജസ്റ്റ് ഈ ഒരു കണ്ടീഷൻ മാത്രം പഠിക്കുക. പിന്നെ ഇവിടെ 1 ആഡ് ചെയ്തോളൂ. ഈ 0ക്ക് പകരമല്ല 1 ആഡ് ചെയ്യുന്ന വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് കറസ്പോണ്ടിങ് 437 ഒക്ടലിൽ നിന്ന് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 4ൻ്റെ ഒക്ടൽ വാല്യൂ ഇവിടെ എത്രയാണ്? 100. പ്ലീസ് 100. 3യുടെ ഒക്ടൽ വാല്യൂ എന്ന് പറയുന്നത് 011. 7ൻ്റെ ഒക്ടൽ വാല്യൂ 111. ആൻസർ എന്ന് പറയുന്നത് 1000111 ബൈനറിയിലോട്ട് കൺവേർഷനായി. ഇനി തിരിച്ചാണെങ്കിലോ ഇവിടെ കൺവേർട്ട് ടു 72012 ബൈനറി എന്നാണ്. 7ൻ്റെ ബൈനറി വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 is 111. 2ൻ്റെ ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 010. 0യുടെ 000 3 ബിറ്റ്സ് ആയിട്ടാണ് എഴുതേണ്ടത്. 1ൻ്റെത് 001. ലാസ്റ്റ് എല്ലാം കൊണ്ട് ചേർത്ത് എഴുതിയാൽ മതി. 111 010 000 001. ഇതാണ് 7201 ഒക്ടലിൽ നിന്ന് ബൈനറിയിലോട്ടുള്ള കൺവേർഷൻ. തിരിച്ചുള്ള ബൈനറി കൺവേർഷനിൽ വേറെ ഒന്നും ചെയ്യാനില്ല. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ തന്നിരിക്കുന്ന ഒക്ടൽ ബൈനറി വാല്യൂസിനെ 3 ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ 000 ഒറ്റ ലാസ്റ്റിൽ നിന്നാണ് ഗ്രൂപ്പ് ചെയ്യണം. അപ്പോൾ അതായത് റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് 3 എണ്ണം, ഇവിടെ നിന്ന് 3 എണ്ണം. അപ്പോൾ 001ൻ്റെ ഒക്ടൽ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ 1, 0യുടേത് 000, 0യുടേത് 0, 01, 0യുടേത് 2, 111 1. വേറെ ഒന്നുമില്ല. ബൈനറി ടു ഒക്ടൽ, ഒക്ടൽ ടു ബൈനറി ഈസിയാണ്. നമുക്കിത് പഠിച്ചു വെച്ചത് മാത്രം മതി. ഗ്രൂപ്പ് ഓഫ് ബൈനറി ഡിജിറ്റ് ടു ഗ്രൂപ്പ് ഓഫ് 3 ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. തന്നിരിക്കുന്ന ബൈനറി നിന്ന് ലാസ്റ്റിൽ നിന്ന് 3 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂസ് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇവിടെ 111 001 101 745 അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കാം. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിലോ ഇവിടെ ലാസ്റ്റിൽ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ 011 000 011 010. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എഴുതുമ്പോൾ 110 നെക്സ്റ്റ് 000 110. ഇവിടെ വന്നപ്പോൾ 01 ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു 0യുടെ മുമ്പിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നോക്കിയേ വാല്യൂസ് പറയുന്നത് 010യുടെ കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ എന്ന് പറയുന്നത് 2 ആണ്. 2 0111 എന്ന് പറഞ്ഞാൽ 3 000 എന്ന് പറയുന്നത് 0 011 എന്ന് പറഞ്ഞാൽ 3. സോ ഇതിൻ്റെ ഒക്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 2303 ആണ്. നെക്സ്റ്റ് കൺവേർഷൻ ഹെക്സാഡെസിമലിൽ നിന്ന് ബൈനറി. ഒക്ടൽ ചെയ്ത പോലെ തന്നെയാണ്. ഇവിടെ വരപ്പോൾ 4 ഡിജിറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. ഹെക്സേനെയാ ബൈനറിയിലോട്ടാക്കാം. 0 4 ഡിജിറ്റ് വരുമെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 001 0010 0011. നെക്സ്റ്റ് ഈ തേർഡ് പ്ലേസിൽ 1 ആഡ് ചെയ്യും. 4 എണ്ണം ഇവിടെ വരുമ്പോൾ 0 1 0 0 0 1 0 1 0 1 1 0 0 1 1 1. അതായത് ഈ 4 പ്ലേസിൽ 1 ആഡ് ചെയ്യും. നെക്സ്റ്റ് പ്ലേസ് വരുമ്പോൾ ഇതേപോലെ തന്നെയാണ്. ഇവിടെ 1 ആഡ് ചെയ്ത് ബാക്കിയുള്ള 0 0 1 0 0 0. നെക്സ്റ്റ് 1 0 0 1 1 0 1 0 1 0 1 1. നെക്സ്റ്റ് പ്ലേസിൽ തൊട്ടിപ്പുറത്തുള്ള വാല്യൂസിൽ 1 ആഡ് ചെയ്യുക. 1 1 0 0 1 1 0 1 1 1 1 0 ലാസ്റ്റ് 1 1 1 1. മനസ്സിലായെന്ന് തോന്നുന്നു. ആദ്യം നമ്മൾ 2 ബിറ്റ്സ് യൂസ് ചെയ്യുന്നത് 0 0 0 1 1 0 1 1. അത് കഴിഞ്ഞ് തേർഡ് ബിറ്റ്സിൽ 1 ജസ്റ്റ് 1 ആഡ് ചെയ്യുക. ബാക്കിയെല്ലാം ഇവിടുത്തെ അതേ സെയിം തന്നെയാണ് 0 0 0 1 0 1 0 1 1. നെക്സ്റ്റ് വരപ്പോൾ ഈ 1 ഇപ്പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. 1 0 0 0 സിമിലർ. ബാക്കിയെല്ലാം 4 എണ്ണം വെച്ചുള്ള ഗ്രൂപ്പിങ്. ഇത് കഴിഞ്ഞ് നെക്സ്റ്റ് 1 1 അങ്ങനെയാണ് വരുന്നത്. ഇവിടെ കൺവേർട്ട് 2F152 ബൈനറി. അതായത് ഈ തന്നിരിക്കുന്ന ഹെക്സയെ നമുക്ക് എന്ത് ചെയ്യണം? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. 2ൻ്റെ കറസ്പോണ്ടിങ് ഹെക്സാ വാല്യൂ എന്ന് പറയുന്നത് 0 0 1 0 ആണ്. എഫിൻ്റെ എന്ന് പറയുന്നത് 1 1 1 1. 1ൻ്റെത് 0 0 0 1. 5ൻ്റെതാണെങ്കിൽ 0 1 0 1. അപ്പോൾ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ എന്ന് പറയുന്നത് 0 0 1 0 1 1 1 1 0 0 0 1 0 1 0 1. തിരിച്ചാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന ബൈനറി എന്ത് ചെയ്യണം?
ലാസ്റ്റിൽ നിന്ന് 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കറസ്പോണ്ടിങ് ഹെക്സ വാല്യൂസ് കൊടുത്താൽ മതി. ഈ തന്നേക്കുന്ന ബൈനറിയിൽ നിന്ന് ഹെക്സയിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്. അപ്പോൾ ഞാൻ ഈ തന്നേക്കുന്ന വാല്യൂ 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. 1011 100, അതായത് ലാസ്റ്റിൽ നിന്ന് 4 എണ്ണം വെച്ചാകുമ്പോൾ 1011 ഇതിൽ എവിടെയാണോ നോക്കണം. 1011 ബി ആണ്. സോ ബി 1010, അതായത് 1010യുടെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് എ. സോ ഇതിൻ്റെ ഹെക്സാ ഡെസിമൽ വാല്യൂ എന്ന് പറഞ്ഞാൽ AB/16 ആണ്. ഇനി ലാസ്റ്റ് ആയിട്ട് 2 കൺവെർഷനും കൂടെ ഉണ്ട്. ഒക്ടൽ ടു ഹെക്സാ ഡെസിമലും ഹെക്സാ ഡെസിമൽ ടു ഒക്ടൽ കൺവെർഷൻ. അപ്പോൾ കൺവെർഷൻ നമ്മളപ്പോൾ ഇത്രയും കൂടെ ആകുമ്പോൾ അത് കംപ്ലീറ്റ് ആവും. ഒക്ടൽ ടു ഹെക്സാ ഡെസിമൽ ചെയ്യാനായിട്ട് 8 to 16 അല്ലേ. അപ്പോൾ ആദ്യം കൺവേർട്ട് ചെയ്യുന്ന ഒക്ടലിൽ നിന്ന് ആദ്യം ബൈനറി, ആ കിട്ടിയ ബൈനറിയിൽ നിന്ന് അതിന് ഹെക്സയിലോട്ട് കൺവേർട്ട് ചെയ്യാം. 4578 ആദ്യം എന്ത് ചെയ്യണം, ബൈനറി ആക്കണം. 45 കറസ്പോണ്ടിങ് ഒക്ടൽ വാല്യൂ, 4ൻ്റെ ഒക്ടൽ വാല്യൂ നമ്മൾ പറഞ്ഞു 100, അതേപോലെ 5ൻ്റെ ഒക്ടൽ വാല്യൂ 101, 7ൻ്റെ ഒക്ടൽ വാല്യൂ 111. അപ്പോൾ ഇവിടെ കറസ്പോണ്ടിങ് വാല്യൂസ് കൊടുക്കുക. ഈ കിട്ടുന്ന ബൈനറിയെ നമ്മൾ ഹെക്സാ ഡെസിമൽ ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, 4 എണ്ണം വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. ലാസ്റ്റിൽ നിന്ന് 4 എണ്ണം. അപ്പോൾ ഇവിടുന്ന് 111, പിന്നെ 0100, പിന്നെ ഒരു 1 ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് വേറെ വാല്യൂസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ 0 ആഡ് ചെയ്യുക, 000. അപ്പോൾ ഇവിടുന്ന് കറസ്പോണ്ടിങ് ഇനി അതിൻ്റെ ഹെക്സാ ഡെസിമൽ വാല്യൂസ് നോക്കണം. 1111ൻ്റെ ഹെക്സാ ഡെസിമൽ വാല്യൂ എഫ്, 0100യുടെ 2, 1000 1. അപ്പോൾ ഹെക്സാ ഡെസിമൽ കൺവെർഷൻ 1 to F16. അപ്പോൾ 457 ഒക്ടലിൻ്റെ ഹെക്സാ ഡെസിമൽ വാല്യൂ എന്ന് പറയുന്നത് 1 to F16. ഫസ്റ്റ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന ഒക്ടലിൻ്റെ ബൈനറി ആക്കുക, ബൈനറിയിൽ നിന്ന് ഹെക്സാ ഡെസിമൽ ആക്കുക. തിരിച്ചു അതേ കൺവെർഷൻ തന്നെയാണ്. ഹെക്സാ ഡെസിമലിൽ നിന്ന് ഒക്ടലിലോട്ട് ആക്കാനായിട്ട് തന്നിരിക്കുന്ന ഹെക്സാ ഡെസിമലിനെ ബൈനറി ആക്കുക, അത് ബൈനറിയിൽ നിന്ന് ഒക്ടലാക്കുക. അപ്പോൾ നമുക്ക് ചെയ്തു നോക്കാം. A2D16 ആദ്യം എന്ത് ചെയ്യണം, ബൈനറി ഫോമിലോട്ട് മാറ്റണം. എയുടെ ബൈനറി ഫോം എന്ന് പറയുന്നത് A is 1010, 2ൻ്റെത് 0010, ഡിയുടേതാകുമ്പോൾ 1101. ഇതിപ്പോൾ ബൈനറി, ഇതിൻ്റെ ബൈനറിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം, ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, 3 വെച്ച് ഗ്രൂപ്പ് ചെയ്യണം. ലാസ്റ്റിൽ നിന്ന് 3. അപ്പോൾ നമുക്ക് എഴുതാം 101 ഫസ്റ്റ് ഗ്രൂപ്പ്, നെക്സ്റ്റ് 101, അനദർ ഗ്രൂപ്പ് 000, നെക്സ്റ്റ് 101. 101 is 5, 5505. സോ ഇതിൻ്റെ ഒക്ടൽ വാല്യൂ എന്ന് പറയുന്നത് 5055. സോ ഒക്ടൽ വാല്യൂ ഓഫ് A2D16. ഇങ്ങനെയാണ് എൻ്റെ കൺവേർഷൻസ് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു.